Hi everyone, I'm Nita Nahan. I'm a first year MSc student of National Institute of Science Education and Research. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന C++ പ്രോഗ്രാമിലെ ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ്. നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കാദ്യം വേരിയബിൾസ് എന്താണ്, ഡാറ്റ ടൈപ്സ് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. നമ്മൾ C++ പ്രോഗ്രാമിൽ കമ്പ്യൂട്ടറിൽ ഏതൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴും നമ്മൾ വിവിധ തരത്തിലുള്ള വേരിയബിൾസ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ഈ വേരിയബിൾസ് വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളുടെ രൂപത്തിലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ അത് ഇൻറ്റീജർ ആവാം, ക്യാരക്ടർ ആവാം, ബൂലിയൻ, ഫ്ലോട്ട്, ഡബിൾ, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. നമ്മൾക്ക് ഏതൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസ് ഇതിലേതെങ്കിലുമൊക്കെ ഡാറ്റ ടൈപ്പുകളുടെ രൂപത്തിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടൈപ്പ് കാസ്റ്റിങ്ങിലേക്ക് വരാം. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പിൽ നമ്മൾ ഓൾറെഡി ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു വേരിയബിളിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് നമ്മൾ മാറ്റുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് കാസ്റ്റിംഗ് നമുക്ക് പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നും. ഇപ്പോൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്. അത് ഞാൻ ചെറിയ രീതിയിൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പഠിക്കാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ തന്നെ സ്വയം ചില പ്രത്യേക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ഡാറ്റ ടൈപ്പിലാണ് നമുക്ക് ലഭിക്കേണ്ട ഉത്തരം, നമ്മൾ ചെയ്ത ഓപ്പറേഷൻ്റെ പ്രോഗ്രാമിൻ്റെ ഉത്തരം ഏത് ഡാറ്റ ടൈപ്പിലാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ തന്നെ സ്വയം തീരുമാനിക്കും. നമ്മളായിട്ട് കമ്പ്യൂട്ടറിന് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് പ്രോഗ്രാം ചെയ്യുന്ന ആൾ കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകും. പ്രോഗ്രാമർ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പ്രോഗ്രാമിൻ്റെ ഉത്തരം ഏത് ഡാറ്റ ടൈപ്പിൽ വരണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും. പ്രോഗ്രാമർക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഇതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ ഞാൻ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് വിശദമായിട്ട് പറയാം. അതിനുശേഷം നമുക്ക് ഇംപ്ലിസിറ്റ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. ഞാൻ കമ്പ്യൂട്ടറിൽ C++ പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു. രണ്ട് ഇൻറ്റീജർ വേരിയബിളിനെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ C++ൽ നമ്മൾ ഇൻറ്റീജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റ് a = 7. ഇപ്പോൾ ഇതിനർത്ഥം 7 എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്, അതൊരു ഇൻറ്റീജറാണ്, അതിൻ്റെ വാല്യൂ 7 ആണ്. അടുത്തത് ഇൻറ്റ് b = 2 എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂ അത് b എന്ന് പറയുന്ന ഇൻറ്റീജറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ 2 ആണ്. ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഹരണമാണ്. അപ്പോൾ നമുക്കറിയാം 7 ഹരിക്കണം 2, ഇതിൻ്റെ ഉത്തരം 3.5 ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മളെല്ലാവരും കണക്ക് പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇതേ പ്രോഗ്രാം നമ്മൾ C++ പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ നമ്മൾ Cout എന്ന നിർദ്ദേശമാണ് നമുക്ക് ഉത്തരം പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് നൽകുന്നത്. A/B. ഇതിൻ്റെ ഉത്തരം 3.5 ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷേ നമ്മൾ C++ പ്രോഗ്രാമിൽ ചെയ്യുമ്പം നമുക്ക് 3 എന്ന ഉത്തരം മാത്രമേ കിട്ടുകയുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇവിടെയാണ് നമ്മൾക്ക് ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ രണ്ട് വേരിയബിൾസും ഇൻറ്റീജർ ടൈപ്പാണ്. ഇൻറ്റീജർ ടൈപ്പുള്ള രണ്ട് വേരിയബിൾസ് ഉപയോഗിച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം കമ്പ്യൂട്ടർ നമുക്കൊരു ഇൻറ്റീജറായിട്ടേ തരികയുള്ളൂ. പക്ഷേ 3.5 എന്ന് പറയുന്നത് ഒരു ദശാംശ സംഖ്യയാണ്. ദശാംശ സംഖ്യയ്ക്ക് നമ്മൾ
C++ പ്രോഗ്രാമിൽ ഫ്ലോട്ട് എന്നാണ് ദശാംശ സംഖ്യയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു ഫ്ലോട്ട് വാല്യൂ ആണ്, പക്ഷേ ഇതൊരു ഇൻറ്റീജറാണ്. അപ്പം നമുക്ക് ഉത്തരം 3.5 എന്ന് കിട്ടണം. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിന് പ്രോഗ്രാമർ തന്നെ നിർദ്ദേശം നൽകുന്നു. എനിക്ക് കിട്ടേണ്ട ഉത്തരം ഫ്ലോട്ട് രൂപത്തിലുള്ള ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കേണ്ട നിർദ്ദേശം cout ഫ്ലോട്ട് a/b എന്ന ഉത്തരം കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകും നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടേണ്ട ഉത്തരം ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൻ്റെ രൂപത്തിൽ നമുക്ക് ഉത്തരം കിട്ടണം. അപ്പോൾ നമുക്ക് 3.5 എന്നുത്തരം കിട്ടും. ഇതിനാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രോഗ്രാം ചെയ്യുന്ന ആൾ തന്നെയാണ് കമ്പ്യൂട്ടറിന് എന്ത് തരത്തിലുള്ള ഉത്തരമാണ് കിട്ടേണ്ടതെന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗിൽ പ്രോഗ്രാമർ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിനോട് ഒരു നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ തന്നെ സ്വയം തീരുമാനമെടുത്തോളും ഏത് ഡാറ്റ ടൈപ്പിലാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ ഇതേ ഉദാഹരണം വെച്ച് തന്നെ ഞാൻ പറയാം. ഇൻറ്റീജർ എ എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ ഒരു ഇൻറ്റീജറായിട്ട് തന്നെ സ്റ്റോർ ചെയ്തു. ഇനി ബി എന്ന് പറയുന്ന ഈ വേരിയബിളിനെ ഞാനൊരു ഫ്ലോട്ടായിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ബി എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഓപ്പറേഷൻ ചെയ്യുന്നു. cout a/b. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്, ബി എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്. ഇത് രണ്ടും ഇൻറ്റീജർ ആയിരുന്നെങ്കിൽ ഉത്തരം നമുക്കൊരു ഇൻറ്റീജറായിട്ട് കിട്ടിയേനെ 3 എന്ന്. പക്ഷേ ഇത് രണ്ടും ഫ്ലോട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് 3.5 എന്ന ഉത്തരം കിട്ടും. പക്ഷേ എ ഒരു ഇൻറ്റീജറും ബി ഒരു ഫ്ലോട്ടും ആയതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ഉത്തരം ഫ്ലോട്ട് ആയിരിക്കണമോ ഇൻറ്റീജർ ആയിരിക്കണമോ എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ തന്നെ തീരുമാനമെടുക്കും ഏത് ഡാറ്റ ടൈപ്പിലായിരിക്കണം നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. ഇങ്ങനെ കമ്പൈലർ ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിൽ കമ്പൈലറിന് സ്വയം തീരുമാനമെടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ഡാറ്റ ടൈപ്പിനാണ് കൂടുതൽ മുൻഗണന നൽകേണ്ടത് എന്ന് കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ തന്നെ സ്വയം തീരുമാനിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്ന ഈ ഡാറ്റ ടൈപ്പിനാണ് സൈസ് കൂടുതൽ, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ ഇൻറ്റീജറിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം കൂടുതൽ സൈസ് ഏത് ഡാറ്റ ടൈപ്പിനാണോ ആ ഡാറ്റ ടൈപ്പിൻ്റെ രൂപത്തിലായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് 3.5 എന്നതായിരിക്കും ഉത്തരം കിട്ടും. അപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിൽ പ്രോഗ്രാമർ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിന് നിർദ്ദേശമൊന്നും നൽകിയില്ല. പക്ഷേ കമ്പ്യൂട്ടർ തന്നെ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ഡാറ്റ ടൈപ്പിൽ ഉത്തരം വരണമെന്ന് തീരുമാനിച്ചു. ഇത്രയുമാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത തരം ടൈപ്പ് കാസ്റ്റിങ്ങുകളെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിൽ കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ തന്നെ സ്വയം ഏത് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊരു ഉദാഹരണം വഴി നോക്കാം. നേരത്തെ ഒരു പ്രയോറിറ്റി ടേബിൾ കാണിച്ചിരുന്നു. അതനുസരിച്ച് ഏത് ഡാറ്റ ടൈപ്പിനാണ് കൂടുതൽ മുൻഗണന നൽകേണ്ടതെന്ന് കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ തീരുമാനിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ ഞാൻ ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ ഇങ്ങനെ വ്യത്യസ്ത തരം ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. ഇത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് വഴി സോൾവ് ചെയ്ത് വരുമ്പോൾ ഏത് ഡാറ്റ ടൈപ്പിലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ഇൻറ്റീജർ, ക്യാരക്ടർ ഈ രണ്ട് ഡാറ്റ ടൈപ്പുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെമ്മറി ഏത് ഡാറ്റ ടൈപ്പിനാണോ ഉള്ളത് ആ ഡാറ്റ ടൈപ്പായിരിക്കും കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീജർ, ക്യാരക്ടർ ഈ രണ്ട് ഡാറ്റ ടൈപ്പുകളിലും ഇൻറ്റീജറിനാണ് കൂടുതൽ മെമ്മറി ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യും. ഫ്ലോട്ട്, ഡബിൾ ഈ രണ്ട് ഡാറ്റ ടൈപ്പുകളിൽ ഡബിളിനാണ് കൂടുതൽ മെമ്മറി ഉള്ളത്. അതുകൊണ്ട് ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളായിരിക്കും ഇവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത്. ലോങ് ഡബിൾ, ഇൻറ്റീജർ ഈ രണ്ട് ഡാറ്റ ടൈപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ലോങ് ഡബിളിനാണ് കൂടുതൽ മെമ്മറി ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ലോങ് ഡബിൾ
ഡാറ്റ ടൈപ്പുള്ള വേരിയബിൾ സെലക്ട് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്, ഗുണനം. ഡബിൾ, ലോങ് ഡബിൾ, ഈ രണ്ട് ഡാറ്റ ടൈപ്പുകളെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ, ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ മെമ്മറി കപ്പാസിറ്റി ഉള്ളത് ലോങ് ഡബിളിനായതുകൊണ്ട് ഇവിടെ ലോങ് ഡബിൾ സെലക്ട് ചെയ്യപ്പെടും. അടുത്തതായി നമുക്ക് ഒരു ഇൻറ്റിജർ വേരിയബിളിനെയും ഒരു ലോങ് ഡബിൾ വേരിയബിളിനെയും കൂടെ ആഡ് ചെയ്യണം, കൂട്ടണം. ഇൻറ്റിജർ, ലോങ് ഡബിൾ ഈ രണ്ട് ഡാറ്റ ടൈപ്പുകളെ പരിഗണിക്കുമ്പോൾ നമുക്ക് പ്രയോറിറ്റി ടേബിൾ അനുസരിച്ച് ലോങ് ഡബിളിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മെമ്മറി കപ്പാസിറ്റി ഉള്ളത്. അതുകൊണ്ട് ഈ രണ്ട് ഡാറ്റ ടൈപ്പുകളിലും വീണ്ടും ലോങ് ഡബിൾ തന്നെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസാനത്തെ ഉത്തരം ലോങ് ഡബിൾ ഡാറ്റ ടൈപ്പുള്ള ഉത്തരമായിരിക്കും. ഇത്തരമൊരു രീതിയിലാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിൽ കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ ഏത് ഡാറ്റ ടൈപ്പിനെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. താങ്ക്സ്.